വാണ്ടറിങ് ഇൻ മെനി വേൾഡ്സ് എന്ന് പറയുന്ന വർക്ക് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നമുക്ക് ഒരു ലിവിങ് ലെജൻഡ് ഓഫ് ലോ എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഹി വാസ് ആൻ എമിനൻറ്റ് ജൂറിസ്റ്റ്, പിന്നെ സുപ്രീം കോർട്ട് ജഡ്ജായിരുന്നു, ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്, സോഷ്യൽ ജസ്റ്റിസ്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്നിങ്ങനെ ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല വിഷയങ്ങളിലും അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നു. ആൻഡ് ഈ ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് അക്കൗണ്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം ധാരാളം പൊളിറ്റിക്കലിയും സോഷ്യലി ഒരുപാട് സർവീസസ് നമ്മുടെ സൊസൈറ്റിക്ക് നൽകിയിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ ഹി വാസ് ആൻ എക്സലൻറ്റ് ഹ്യൂമൻ ബീയിങ്. അദ്ദേഹത്തിൻ്റെ കരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സുപ്രീം കോർട്ട് ജഡ്ജായിരുന്നു. പിന്നെ അതിനൊക്കെ മുന്നേ അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് മദ്രാസ് ലെജിസ്ലേച്ചറിലെ ഒരു മെമ്പറായിരുന്നു. ദെൻ സെൻട്രൽ ലോ കമ്മീഷൻ മെമ്പറായിരുന്നു. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ 1915 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് കൊയിലാണ്ടിയിലും, പിന്നീട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ്, അണ്ണാമല യൂണിവേഴ്സിറ്റി, മദ്രാസ് ലോ കോളേജ് എന്നിവിടങ്ങളിലായിട്ട് ഹയർ എഡ്യൂക്കേഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. സോ ഹി ഓൾസോ കെയിം ഇൻ ടു അഡ്വക്കസി. തലശ്ശേരിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അഡ്വക്കസി പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തത്. 1941 അദ്ദേഹം മാരീഡ് ചെയ്തു. വൈഫ് ശാരദ, ആൻഡ് he had two children. They are രമേശ് ആൻഡ് പരമേശ്. ആൻഡ് ഇൻ 1957 അദ്ദേഹം EMS മിനിസ്ട്രിയിൽ ലോ മിനിസ്റ്റർ ആയിരുന്നു. സോ ദെൻ 1987 പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ബട്ട് ഹി ഫെയിൽഡ്. ആൻഡ് ഈ ഓട്ടോബയോഗ്രഫി അദ്ദേഹത്തിൻ്റെ 93-ാം വയസ്സിലാണ് എഴുതിയിരിക്കുന്നത്. സോ ഇതിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ പല ഇൻസിഡൻസ്, ആസ് എ ജഡ്ജ് എക്സ്പീരിയൻസ്, പിന്നെ ഓവർ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കമ്പാനിയൻ, ഹിസ് വൈഫ് ആൻഡ് ബോണ്ടിങ് ബിറ്റ്വീൻ ദം, ഇതെല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻ ദിസ് ഓട്ടോബയോഗ്രഫി ഹി criticized the educational system of Kerala and ലീഗൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയാലും മറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയാലും അത് റിച്ചസ്റ്റ് പീപ്പിളിന് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് അദ്ദേഹം കാണുന്നത്. സോ ഹി criticized the modern legislation also, the practices. എല്ലായിടത്തും ഗ്രീഡ് ആൻഡ് ദേ ആർ വർക്കിംഗ് ഫോർ മണി ഈസ് എ മെഷർ എന്നൊരു രീതിയിലാണ് പോകുന്നത്. ആൻഡ് ആഫ്റ്റർ ഹിസ് വൈഫ്സ് ഡെത്ത് ഹി ലോസ്റ്റ് എവരിത്തിങ്. ഹി വാസ് ബിക്കോസ് അദ്ദേഹത്തിൻ്റെ വൈഫ് ആയിരുന്നു എല്ലാം. അദ്ദേഹത്തിൻ്റെ വൈഫും തമ്മിലൊരു ബ്യൂട്ടിഫുൾ ബോണ്ടിങ് ആയിരുന്നു. എവിടെ പോയാലും അദ്ദേഹത്തിനെ അക്കമ്പനി ചെയ്തിരുന്നു ശാരദ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹി went through a trauma. He felt like he has lost everything. And so അതിനുശേഷം അദ്ദേഹം ഒരു സ്പിരിച്വൽ ലൈഫ്, അതായത് മരണത്തിന് ശേഷം, അതായത് ശാരദ ഇപ്പോഴും മരണത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പിരിച്വലി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടതുപോലായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഡെത്ത്.
സോ ആസ് എ ജഡ്ജ് അദ്ദേഹം വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഈ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ വൈസ് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ലോയറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു അറിയപ്പെടുന്ന വക്കീലായിരുന്നു. അത് അദ്ദേഹത്തെയും ആ പാത പിന്തുടർന്ന് ഒരു അറിയപ്പെടുന്ന രീതിയിലായി വളരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം തലശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ ലീഗൽ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം മാംഗ്ലൂർ ഡിസ്ട്രിക്ട് കോർട്ടിലും പാലക്കാട് കോടതിയിൽ അഹമ്മദാബാദ് സെഷൻസ് കോർട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ കാലയളവിൽ AKG കൺവിക്റ്റഡ് ആയിട്ടുള്ള ഒരു സമയത്ത് ഇദ്ദേഹം സെഷൻസ് കോർട്ടിൽ ഒരു അപ്പീൽ ഫയൽ ചെയ്തു. ബട്ട് അത് അദ്ദേഹത്തിന് തന്നെ ഒരു ട്രബിളായിട്ട് ലേറ്റർ മാറുകയുണ്ടായി. സോ അന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ഡിറ്റൻഷനിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷമാണ് 1957 ഇലക്ഷനിൽ EMS ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹം ഒരുപാട് ഇന്നോവേഷൻസ് അദ്ദേഹം ജയിൽ ജീവിതം അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടും അതിലെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ട് അറിഞ്ഞതുകൊണ്ടും അദ്ദേഹം കൈകാര്യം ചെയ്ത മേഖല നിയമമായതുകൊണ്ടും തന്നെ ഈ ഒരു മേഖലയിൽ ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ആസ് എ മിനിസ്റ്റർ അദ്ദേഹം ഒരുപാട് ജയിൽ ലൈഫും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ ഹാൻഡ് കഫിങ് അബോളിഷ് ചെയ്തു. ജയിൽസിനുള്ളിൽ ക്യാൻറ്റീൻസ് കൊണ്ടുവന്നു. വേജ് സിസ്റ്റം കൊണ്ടുവന്നു ജയിൽസിൽ. പിന്നീട് റിലീജിയസ് സെലിബ്രേഷൻസ് അതായത് ഇപ്പോൾ പല റിലീജിയൻസിലുള്ള ആൾക്കാർ പ്രിസണിലുണ്ടാകും. അപ്പോൾ അവരുടേതായിട്ടുള്ള അതായത് ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പം അവരുടേതായിട്ടുള്ള ആചാരങ്ങൾ, റിലീജിയസ് സെലിബ്രേഷൻസ്, ഓണം, വിഷു, റംസാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. ഷൂട്ട് ടു കിൽ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം മാറ്റി. ആൻഡ് വെൻ ഹി വാസ് എ മിനിസ്റ്റർ ഹി സ്റ്റാർട്ടഡ് ദി ഇറിഗേഷൻ പ്രോജക്റ്റ്, ദി കുറ്റ്യാടി പ്രോജക്റ്റ് അദ്ദേഹമാണ് കൊണ്ടുവന്നത്. ആൻഡ് ലേറ്റർ ഇൻ 1968 അദ്ദേഹം കേരള ഹൈക്കോർട്ടിൽ ജഡ്ജായിട്ട് നിയമിതനായി. സോ അദ്ദേഹത്തിൻ്റെ വ്യൂസ് എല്ലാം തന്നെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിരുന്നു. ജുഡീഷ്യൽ ആക്ടിവിസം, റൂൾ ഓഫ് ലോ. സോ ബേസിക് റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. ദാറ്റ് വാസ് ഹിസ് മോട്ടോ. സോ ഹൈക്കോർട്ട് ജേണി അധികം നാളുണ്ടായിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം അത് കളർഫുള്ളായിട്ട് തന്നെ വിനിയോഗിച്ചിട്ടുണ്ട്. 1973 അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജായിട്ട് നിയമിതനായി. അതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, ഇന്ദിരാഗാന്ധി കേസ് ഡിസൈഡ് ചെയ്തത് അദ്ദേഹം ജഡ്ജായിരുന്ന സമയത്താണ്. പിന്നീട് മുത്തമ്മ കേസ്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സുപ്രീം കോർട്ട് ജേർണിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. സോ ഈ ഓട്ടോബയോഗ്രഫിയിൽ പ്രൊഫഷണൽ ലൈഫിന് മേൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് ആൻഡ് ദ ബോണ്ടിങ് ബിറ്റ്വീൻ ഹിസ് വൈഫ് ആൻഡ് ഹിം വാസ് എ ഡിവൈൻ വൺ. സോ ആ ഒരു ഈസ്തെറ്റിക് റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ശാരദയുടെ മരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ട്രോമയും ഒക്കെ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഓരോ പാർട്ടും, ഈ ഓട്ടോബയോഗ്രഫിയിലെ ഓരോ പാർട്ടും വളരെ ഗംഭീരമായിട്ടാണ് അദ്ദേഹം പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന ലിറ്ററേച്ചർ ആൻഡ്
അദ്ദേഹം ഒരു ലെജൻഡാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും അദ്ദേഹത്തിൻ്റെ കഴിവ് ഈ ഓട്ടോബയോഗ്രഫിയിലൂടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത പ്രഗത്ഭരായ വ്യക്തികളുടെ കോട്ടിങ്സ്, ഓരോ ചാപ്റ്ററും തുടങ്ങുന്നത് ഗീതാഞ്ജലിയുടെ കോട്ട്സിലൂടെ എൻഡ് ചെയ്യുന്നതും ഗീതാഞ്ജലിയുടെ കോട്ടിലൂടെയാണ് എൻഡ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ അരബിന്ദോ, ഗാന്ധിജി, ഗിബ്ബൺ, നെഹ്റു, ഡാർവിൻ, അങ്ങനെ പല പ്രഗത്ഭരെയും പറ്റി അവരുടെ കോട്ട്സ് എല്ലാം ഈ ഓട്ടോബയോഗ്രഫിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.